പരസ്പരം വെട്ടിക്കൊല്ലുന്ന മാതാപിതാക്കളും മക്കളും, സ്വത്തിൻ്റെയും വാക്കുതർക്കത്തിൻ്റെയും പേരിൽ തലകീറിച്ചാകുന്ന സഹോദരങ്ങൾ, ചോരക്കളമാകുന്ന വീടുകൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെയുള്ള വാർത്തകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ കേസുകൾ പരിശോധിച്ചാലും മദ്യവും ലഹരിയുമാകും വില്ലൻ. ചിലയിടങ്ങളിൽ മാനസിക പ്രശ്നങ്ങളും, പല കുടുംബങ്ങളിലും കൊലപാതകത്തിൻ്റെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നുണ്ട്. ചെറിയ തർക്കങ്ങളായിരിക്കും പ്രശ്നങ്ങൾക്ക് കാരണം. മക്കൾക്കിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക തർക്കങ്ങളിൽ മാതാപിതാക്കൾ ഇടപെടാതെ പോകുമ്പോഴാണ് അത് അരുംകൊലകളിൽ പോലും കലാശിക്കുന്നത്. കൊല്ലം ഇരവിപുരത്ത് അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് യുവാവ് സഹോദരനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. എന്താണ് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ചില വീടുകളിൽ മക്കളെക്കുറിച്ച് ഓർത്ത് കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കളുണ്ടാകും. അവരുടെ രോഗവും സ്വഭാവ വൈകൃതവും മാനസിക പ്രശ്നങ്ങളും അക്രമവാസനയും അച്ഛനമ്മമാരിലാണ് വലിയ വേദന ഉണ്ടാക്കുന്നത്. മാനസിക വൈകൃതമുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. കൊല്ലം ഇരവിപുരത്ത് ചെറുപ്പം മുതൽ മനോവിഷമം പ്രകടിപ്പിച്ചിരുന്ന 2 സഹോദരങ്ങളുണ്ട്. ചില സമയങ്ങളിൽ അവർ അക്രമാസക്തരാകും, പിന്നെ പരസ്പരം തമ്മിലടിക്കും. ഇതിൻ്റെ തിക്താനുഭവങ്ങൾ മുഴുവൻ നേരിട്ട് കാണുന്നത് ഇവരുടെ അമ്മയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചു. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് അനുജൻ ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പ്രതി കെനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരവിപുരം തെക്കംഭാഗം സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. അനുജനായ കെനിൽ മരകഷ്ണം ഉപയോഗിച്ച് ഇയാളുടെ തലയ്ക്കടിക്കുകയായിരുന്നു. പരിക്കേറ്റ അനിൽകുമാറിനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാതാവ് ജസീന്തയ്ക്കൊപ്പം ഇരവിപുരം പാലത്തിന് സമീപം കോൺവെന്റ് നഗർ 11-ലായിരുന്നു ഇരുവരും താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ 6 വർഷമായി സഹോദരങ്ങൾ മാനസികാരോഗ്യ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇടയ്ക്കിടെ വഴക്കുകളും അക്രമ സ്വഭാവവും കാട്ടുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതി കെനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനിലിന്റെ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വന്തം വീട് സ്വർഗമാകണമെന്നാണ്, അല്ലേ? എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരിക്കും. എന്നാൽ പല വീടുകളും ഇപ്പോൾ ഇരുണ്ട പ്രേതാലയം പോലെയാണ്. കൊല്ലും കൊലയും നടന്നതിൻ്റെ ചോരപ്പാടുകൾ. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ആ വീട്ടിലെത്തിയാൽ പേടി തോന്നും. സ്വന്തം മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ ഉമ്മർ ഫറൂഖിൻ്റെ ക്രൂരത വീട്ടുകാരെ മാത്രമല്ല, ഒരു നാടിനെ തന്നെ നടുക്കിയതാണ്. മകളെ കൊന്നതിൻ്റെ ലെവലേശം കുറ്റബോധമോ പശ്ചാത്താപമോ അയാൾക്കില്ല. കൊലപാതകം നടന്ന വീട്ടിൽ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെയാണ് അയാളെ കണ്ടത്. എന്നാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ട്. മഞ്ചേശ്വരം തുമിനാട് ഹിൽ ടോപ്പ് നഗറിൽ മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യം നടത്തിയതിന്റെ പുനരാവിഷ്കരണവും പോലീസ് നടത്തി. ഈ മാസം 2-ാം തീയതിയാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷേഖുഞ്ഞിയെയും ഉമർ ഫറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉമർ ഫറൂഖും ഭാര്യ താഹിറയും തമ്മിലുള്ള കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് 2 കൊലപാതകങ്ങളിൽ കലാശിച്ചത്. ഷേഖുഞ്ഞിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. ഷേഖുഞ്ഞിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പുതിയ കത്തി വാങ്ങിയാണ് പ്രതി എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും
രോഷപ്രകടനവും ഉണ്ടായി. പ്രതിയെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ലഹരിക്കടിമയായ ഉമർ ഫറൂഖ് ഭാര്യയെയും മകളെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഉപ്പള ജിടെക്കിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച മറിയം ജുമൈല. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ പള്ളിപ്പുറത്തെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പരയിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കുറേയുണ്ട്. അയാൾ എത്ര പേരെ കൊലപ്പെടുത്തി? മൃതദേഹങ്ങൾ എവിടെയൊക്കെ ഉപേക്ഷിച്ചു? എങ്ങനെ തെളിവുകൾ നശിപ്പിച്ചു? ഏറ്റുമാനൂരിലെ ജൈനമ്മ കൊലക്കേസിൽ മാത്രമാണ് ഇതുവരെയും തെളിവ് ലഭിച്ചിട്ടുള്ളത്. ഇതോടെ മറ്റ് കേസുകളിൽ ആഴത്തിലുള്ള പരിശോധനകളിലേക്ക് നീങ്ങുകയാണ് അന്വേഷണ സംഘം. ഐഷ വധക്കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ DGPക്ക് റിപ്പോർട്ട് നൽകി. ഐഷ കേസിന്റെ അന്വേഷണവും ക്രൈംബ്രാഞ്ച് ഉടൻ ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന. നിലവിൽ ചേർത്തല പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 കേസുകളാണ് കൊലപാതക കേസുകളായി ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ജൈനമ്മ തിരോധാനം, ഒപ്പം ജൈനമ്മയുടെ കൊലപാതകം, ഒപ്പം ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാന കേസുകൾ. ഇതിൽ 2 എണ്ണം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സ്ത്രീകളാണ്. അതിൽ ഒന്ന് ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ്. ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീമാണ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഐഷ കേസ് ചേർത്തല പോലീസാണ് അന്വേഷിച്ചു വരുന്നത്. ഈ ചേർത്തല പോലീസ് അന്വേഷിക്കുന്ന ഐഷ കേസ് കൂടി ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം DNA പരിശോധനാ സാമ്പിളുകളുടെ ഫലം അടക്കം നെഗറ്റീവായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സമഗ്രമായി ഈ നിലവിലെ കേസുകൾ അന്വേഷിച്ചു വരുന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീമിന് ഇത് അന്വേഷിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്, കാരണം ഈ സെബാസ്റ്റ്യന്റെ ഈ കേസുകളിലെല്ലാം തന്നെ അയാൾ ഈ സ്ത്രീകളെ വകവരുത്തിയിട്ടുണ്ട് എന്ന് അയാൾ സ്ഥിരീകരിക്കുന്നെങ്കിലും കാലപ്പഴക്കം ഈ കേസുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് കേസുകളിലേക്ക് ഇയാളെ കിട്ടുന്ന സാഹചര്യത്തിൽ വീണ്ടും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഐഷ കേസ് കൂടി വരുമ്പോൾ ഐഷ കേസിൽ കൂടി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനായി അന്വേഷണ സംഘത്തിന് കഴിയും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് തേടാനാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക്, അതായത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്ന് ഐഷയെയും ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ സമ്മതിക്കുമ്പോഴും അതെങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അയാൾ ഇതുവരെ മനസ്സ് തുറക്കാനായി അന്വേഷണ സംഘത്തോട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയമായി ഹിപ്നോട്ടിസം അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തി ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചപ്പോഴും അതൊക്കെ പരാജയപ്പെടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ കേസിൽ ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസിലും ജൈനമ്മ തിരോധാന കേസിലും ഇപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം നൽകി കഴിഞ്ഞു. ഐഷ തിരോധാന കേസിൽ കൂടി, ഐഷയുടെ കൊലപാതക കേസിൽ കൂടി ഇനി അത്തരത്തിൽ കുറ്റപത്രം നൽകേണ്ടതായുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു കുറ്റപത്രം ഫ്രെയിം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ക്രൈംബ്രാഞ്ച് കുറച്ചുകൂടി ആഴത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഈ കൊലപാതക കേസുകൾ കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീമുകൾ ഒരു കോർഡിനേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഈ കേസിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഐഷ കേസ് കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യനെ എന്തായാലും അത്തരം അനുകൂലമായ ഒരു ഉത്തരവ് തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വീണ്ടും ഐഷ കേസിൽ കൂടി സമഗ്രമായ ഒരു അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ സ്ത്രീകൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത കൂടി ഈ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഐഷയും ജൈനമ്മയും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭനും
സെബാസ്റ്റ്യനും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും തിരുവല്ലയിൽ നിന്ന് കാണാതായ സിന്ധു എന്ന സ്ത്രീ, ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ഏലിയാമ്മ എന്ന സ്ത്രീ, ഇവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അത്തരം മിസ്സിങ്ങുകളിലേക്ക് കൂടി ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ തന്നെ സെബാസ്റ്റ്യന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റുമാനൂരിൽ കൂത്താട്ടുകുളം സ്വദേശിയായ ഏലിയാമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സാന്നിധ്യം നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആളുകൾ സെബാസ്റ്റ്യനെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ സ്ത്രീകൾ കൂടി എവിടെയെന്നുള്ള ചോദ്യമൊക്കെ ഈ സമൂഹത്തിൽ അവശേഷിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സമഗ്രമായ ഒരു പരിശോധനയിലേക്ക് നീങ്ങത്തക്ക രീതിയിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൂടി വിടണമെന്നുള്ള ആവശ്യം ജില്ലാ പോലീസ് ഉന്നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തിരുവനന്തപുരം പാറശാലയ്ക്ക് സമീപം ഐങ്കാമത്തെന്ന ഗ്രാമത്തിൽ ആൾതാമസമില്ലാത്തൊരു വീടുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന പുരയിടം. രാവിലെ അവിടെ പതിവില്ലാത്തൊരു ആൾക്കൂട്ടം. വലിയ ദുർഗന്ധം വമിക്കുന്നത് കാരണം വയലിൽ ജോലിക്കെത്തിയവർ പരിശോധിച്ചപ്പോഴാണ് അഴുകിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. പരിശോധിച്ചപ്പോൾ അതൊരു പുരുഷന്റെ മൃതദേഹമാണ്. അപ്പോഴാണ് 2 ആഴ്ച മുൻപ് കാണാതായ ഓട്ടോ ഡ്രൈവർ ഹരിചന്ദ്രനെ കുറിച്ച് അറിഞ്ഞത്. മരിച്ചത് ഹരിചന്ദ്രൻ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാറശാല ഐങ്കാമത്ത് ആളില്ലാത്ത പുരയിടത്തിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. വയലിന് സമീപം മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പുരയിടം. രാവിലെ വയലിൽ ജോലിക്കെത്തിയവരാണ് സമീപത്ത് നിന്ന് വലിയ ദുർഗന്ധം വരുന്നത് ശ്രദ്ധിച്ചത്. പരിശോധിച്ചപ്പോഴാണ് പുരയിടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതശരീരം. വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ മാസം 25-ന് കാണാതായ 62 വയസ്സുള്ള ഓട്ടോ ഡ്രൈവർ ഹരിചന്ദ്രന്റെ മൃതദേഹമാണിതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പാറശാല പോലീസ് ഇയാളുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയിരുന്നു. ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ മാത്രമേ മൃതദേഹം തിരിച്ചറിയാൻ കഴിയൂ എന്ന് പോലീസ് വ്യക്തമാക്കി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ലൈംഗിക വൈകൃതമുള്ളവർ നാട്ടിലിറങ്ങി നടക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ്. അങ്ങനെയുള്ള ക്രിമിനലുകളെ പുറംലോകം കാണാൻ അനുവദിക്കരുത്. കണ്ണൂർ ചക്കരക്കൽ സ്വദേശി സദാനന്ദൻ ഇങ്ങനെയുള്ള കൊടും കുറ്റവാളിയാണ്. പെൺകുട്ടികളെ പോലും ദുഷിച്ച കണ്ണോടുകൂടി മാത്രമേ നോക്കൂ. ഇയാൾ നിരവധി പീഡന കേസുകളിലും പ്രതിയാണ്. അങ്ങനെ 2 പീഡന കേസുകളിൽ പ്രതിക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലുമാണ് ശിക്ഷ. കേസുകളിലെ പ്രതിയായ ചക്കരക്കൽ പാനേരിച്ചാലിലെ KK സദാനന്ദൻ എന്ന 64-കാരനെയാണ് കോടതി ശിക്ഷിച്ചത്. മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതാണ് ഒരു കേസ്. 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസാണ് അടുത്തത്. ആദ്യ കേസിൽ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് കോടതി വിധിച്ചത്. പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 20 വർഷം തടവിനും 20,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് പ്രതിക്ക് കടുത്ത ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കുകയാണെങ്കിൽ അതിജീവിതകൾക്ക് നൽകണമെന്നും
കോടതി നിർദ്ദേശിച്ചു. 2024 കേസിനാസ്പദമായ 2 സംഭവങ്ങളും നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KP പ്രീതാകുമാരി ഹാജരായി. ന്യൂസ് 18 കണ്ണൂർ. തൃശൂരിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ്. പിറന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ഗുണ്ടകൾ ഒത്തുകൂടിയതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. കൊട്ടേഷൻ, കവർച്ച, പിടിച്ചുപറി എന്നിവ ആസൂത്രണം ചെയ്യുകയായിരുന്നു പദ്ധതി. ഗുണ്ട മീറ്റപ്പിനെ കുറിച്ച് അറിഞ്ഞ പോലീസ് വീട് വളഞ്ഞ് ക്രിമിനൽ സംഘത്തെ പൊക്കി. കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ 34 പേരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വൻ ഗുണ്ടാ സംഘം പിടിയിലായത്. ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ പേരിലാണ് ക്രിമിനൽ സംഘങ്ങൾ തൃശൂരിൽ ഒത്തുകൂടിയത്. ഇതറിഞ്ഞ പോലീസ് വീട് വളഞ്ഞു. 100ഓളം വരുന്ന പോലീസുകാർ ആയുധങ്ങളുമായി വീട് വളഞ്ഞതോടെ ക്രിമിനൽ സംഘങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ 34 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 20 പേർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇവരിൽ നിന്ന് വടിവാൾ, ഇരുമ്പുകമ്പി, ഇരുമ്പ് പൈപ്പ്, മരവടി, പട്ടിക, കുരുമുളക് പൊടി എന്നിവ കണ്ടെടുത്തു. 4 കാറുകളും 14 ബൈക്കുകളും 33 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പിറന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ക്രിമിനൽ സംഘങ്ങൾ ഒത്തുകൂടുകയായിരുന്നു. ഇവർ വൻ കവർച്ചയ്ക്ക് പദ്ധതിയിട്ടെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. ആനന്ദപുരം സ്വദേശികളായ അനുരാജ്, സുനിൽകുമാർ, വിജിത് വിജയൻ, ഗോകുൽ, പ്രണവ്, സന്തോഷ്, റിൻഡോ, ബിബിൻ, ഹെൻറി, അർജുൻ, വെള്ളാങ്കന്നൂർ സ്വദേശികളായ ഷാഹിദ്, ഹിദിൻ, മാർട്ടിൻ, നസീം, അദിത്, ആൻസൺ, നവാസ്, എഡ്വിൻ, അശ്വിൻ, കല്ലേറ്റുകര സ്വദേശികളായ ആൽബർട്ട്, ഷാഹിൻ, ഹുസൈൻ, നടത്തറ സ്വദേശി ഉണ്ണി, മൂര്യാട് സ്വദേശികളായ സൂരജ്, അയ്യപ്പദാസ്, പുത്തഞ്ചിറ സ്വദേശി രൺദീപ്, ചൂരപ്പെട്ടി സ്വദേശി ഷിബിൻ, പൊർദിശ്ശേരി സ്വദേശി സൂരജ്, കാട്ടൂർ സ്വദേശി വിമൽ, അഞ്ചേരി സ്വദേശി സനൂപ്, ഇരിങ്ങാലക്കുട സ്വദേശികളായ ധനീഷ്, നിഖിൽ, ഷാരോൺ ദാസ്, പള്ളം സ്വദേശി ഷാരോൺ എന്നിവരാണ് പിടിയിലായത്. സംഘടിത ക്രൈം സിൻഡിക്കേറ്റാണ് ഇവരെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പറഞ്ഞു. അവർ ഒരുമിച്ച് കൂടിയാലും ഒരുമിച്ചെടുക്കാം. ഒരാളെ പോലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ഞങ്ങൾ ഇവർ മുഴുവൻ പേര് ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇവർ കൂടിയ സ്ഥലം ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. അവർ ഒരുമിച്ചെത്തിയതിനു ശേഷമാണ് ഇന്നലെ രാത്രിയിൽ ഒരു ജോയിന്റ് ഓപ്പറേഷനിലൂടെ ഇവരെല്ലാം പിടിച്ചത്. ഇവർക്കൊപ്പം 14 മോട്ടോർ സൈക്കിളുകൾ, 4 കാറുകൾ, മാരകായുധങ്ങൾ, മുളക് പൊടി പോലുള്ള സാധനങ്ങൾ, വടിവാളുകൾ, ഇവരുടെ കൈവശം മറ്റു ചില മയക്കുമരുന്നുകൾ. ഇവർ പലരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്. കരുവന്നൂർ പനംകുളത്ത് നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഇവർ അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള ചില സൂചനകൾ ലഭിച്ചതായും SP ബി കൃഷ്ണകുമാർ പറഞ്ഞു. പിടിയിലായവരിൽ കൊടകര കുഴൽപ്പണ കേസ് പ്രതിയുമുണ്ട്. വൻ കവർച്ചയ്ക്ക് സംഘം ലക്ഷ്യമിട്ടതായാണ് പ്രാഥമിക നിഗമനം. 1-ലധികം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾ കവർച്ചയ്ക്ക് ലക്ഷ്യമിട്ടെന്നാണ് സൂചന. ഒരു ക്വട്ടേഷൻ ആക്രമണത്തിന് കൂടി സംഘം ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് സംശയിക്കുന്നു. പ്രതികളുടെ മറ്റ് ബന്ധങ്ങളും അന്വേഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സമയത്ത് ഗുണ്ടാസംഘം ഒത്തുചേർന്നത് ഗൌരവമായി കണക്കാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തൃശൂർ. തൃശൂർ സ്വരാജ് റൗണ്ട് സദാസമയം പോലീസിന്റെ നിരീക്ഷണമുള്ള സ്ഥലമാണ്. DIG ഓഫീസും കമ്മീഷണർ ഓഫീസും പോലീസ് ക്ലബും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ഉൾപ്പെടുന്ന പ്രദേശം. ഇങ്ങനെ അതീവ സുരക്ഷയുള്ള നഗരത്തിൽ പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് കവർച്ചാ സംഘം അഴിഞ്ഞാടിയാൽ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? DIG ഓഫീസിനോട് ചേർന്ന ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കിടന്ന മോഷ്ടാവ്
ഭണ്ഡാരം തകർത്ത് പണം കവരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. പ്രതിക്ക് വേണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11:42 മോഷ്ടാവ് മാരിയമ്മൻ കോവിലെത്തിയത്. മാരിയമ്മൻ കോവിലെയും ശിവക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. ആദ്യമെത്തിയത് മാരിയമ്മൻ കോവിലാണ്. 3 ഭണ്ഡാരങ്ങൾ തകർത്ത് നോട്ടുകൾ കവർന്നു. ചില്ലറ തുട്ടുകൾ കൊണ്ടുപോയതുമില്ല. പിന്നാലെ തൃശൂർ റേഞ്ച് DIG നാരായണന്റെ ഓഫീസ് മതിലിനോട് ചേർന്ന ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലുമെത്തി. കൂട്ടു തകർത്ത് ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ഭണ്ഡാരം കുത്തിത്തുറന്നു. ക്ഷേത്രം ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ഭണ്ഡാരം തുറന്ന് പണമെടുത്തിരുന്നതിനാൽ അധികം പണം ഉണ്ടായിരുന്നില്ല. സ്വരാജ് റൗണ്ടിൽ നിന്ന് ശക്തൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന MO റോഡിലാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഉന്നത പോലീസ് കേന്ദ്രങ്ങളെല്ലാം ഉള്ളത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, കമ്മീഷണർ ഓഫീസ്, വനിതാ പോലീസ് സ്റ്റേഷൻ, പോലീസ് ക്ലബ്ബ്, ACP ഓഫീസ്, ഏറ്റവും ഒടുവിൽ DIG ഓഫീസ്. രാത്രി സ്ഥലത്തെത്തിയ കള്ളൻ പോലീസ് ഓഫീസുകളുടെ ഇടവും വലവുമുള്ള ക്ഷേത്ര ഭണ്ഡാരങ്ങളാണ് കവർന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തൃശൂർ. മലയാളികളെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണല്ലേ? പണിയെടുക്കാതെ പണമുണ്ടാക്കാമെന്നോ കുറുക്കുവഴികളുടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാമെന്നോ പരസ്യം കണ്ടാൽ ആദ്യം ചാടിവിടുന്നത് നമ്മളായിരിക്കും. ഇക്കാര്യം വിദേശികളും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പെരുമ്പാവൂർ സ്വദേശിനിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് വിദേശ പൗരനാണ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് ഓസ്ട്രേലിയൻ പൗരനായ സഖിയുള്ള പാർക്കർ യുവതിയെ കബളിപ്പിച്ചത്. ഇവരുടെ പരാതിയിൽ കേസെടുത്ത തടിയിട്ടപ്പറമ്പ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇൻഡോറിലെ ആഡംബര ഫ്ളാറ്റിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പ്രതിക്ക് പിടിവീണത്. ഇയാൾ കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പൂക്കാട്ടുപടിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയും ഓസ്ട്രേലിയൻ പൗരനായ സഖിയുള്ള ഇസഡ് പാർക്കറും സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. ഓസ്ട്രേലിയയിലെ പ്രശസ്ത കമ്പനിയിലെ CEO എന്നാണ് ഇയാൾ പരിചയപ്പെടുത്തിയത്. ഈ കമ്പനിയിൽ ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ജോലിക്ക് വേണ്ടി 5,80,000 രൂപ ഇയാൾ വാങ്ങി. ജോലി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഉടൻ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ ഇയാൾ ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലായി. പലയിടങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു പ്രതി. അന്വേഷണത്തിൽ ഇൻഡോറിലുണ്ടെന്ന് കണ്ടെത്തി. അവിടെ ആഡംബര ഫ്ളാറ്റിലായിരുന്നു താമസം. പുറത്തുനിന്ന് നോക്കുമ്പോൾ താഴിട്ട് പൂട്ടിയ രീതിയിലായിരുന്നു ഫ്ളാറ്റ്. പ്രത്യേക ഓപ്പറേഷനിലൂടെ ഫ്ളാറ്റിനകത്ത് പ്രവേശിച്ച പോലീസ് സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും നിരവധി രേഖകളും കണ്ടെടുത്തു. ശുഭം ശർമ്മ എന്ന പേരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് പുതിയ തട്ടിപ്പിനിറങ്ങുമ്പോഴാണ് ഇയാൾക്ക് പിടിവീണത്. ASP ഹാർദിക് മീണ, ഇൻസ്പെക്ടർ KN മനോജ്, SI NK ജേക്കബ്, സീനിയർ CPO KK ഷിബു, CPO മിഥുൻ മോഹൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് 18 കൊച്ചി. തിരുവല്ല സ്പായിലെ കൂട്ട ബലാത്സംഗത്തിന് പിന്നിൽ കൊട്ടേഷനാണോ ഗുണ്ടാ പിരിവ് നൽകാത്തതിൻ്റെ പകയാണോ? സ്പാ ഉടമ പറയുന്നത് കൊട്ടേഷൻ എന്നാണെങ്കിൽ പോലീസ് ഈ വാദം തള്ളുകയാണ്. ഗുണ്ടാ പിരിവിനെത്തിയ പ്രതികൾ പണം നൽകാത്തതിനെ തുടർന്ന് സ്പായിലെ ജീവനക്കാരിയെ കൂട്ട ബലാത്സംഗം ചെയ്തതാണ് കണ്ടെത്തൽ. കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായതോടെയാണ് പോലീസ് കൃത്യമായ നിഗമനത്തിലെത്തിയത്. എന്നാൽ മാസപ്പടി ആരോപണത്തിൽ പോലീസ് ഇപ്പോഴും സംശയനിഴലില്ല. തിരുവല്ലയിലെ സ്പായിൽ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികളെല്ലാം അറസ്റ്റിലായി. ബുധനാഴ്ചയാണ് 2 പ്രതികൾ തിരുവല്ല പോലീസിൽ കീഴടങ്ങിയത്. കിരൺ, സജീവ് എന്നിവരാണ് കീഴടങ്ങിയത്. മറ്റു 4 പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു. അതേസമയം ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്നുള്ള തർക്കം മൂലമാണ് സ്പായിലെ ആക്രമണവും കൂട്ടബലാത്സംഗവും എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.
ആക്രമണം കൊട്ടേഷനാണെന്നായിരുന്നു സ്ഥാപന ഉടമയുടെ ആരോപണം. എന്നാൽ പ്രതികളുടെ മൊഴികളിലും ചോദ്യം ചെയ്യലുകളിൽ നിന്നുമാണ് ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. 50,000 രൂപ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടാണ് സ്പായിലെത്തിയതെന്നും തുടർന്നുള്ള തർക്കമാണ് കൂട്ടബലാത്സംഗത്തിൽ കലാശിച്ചതെന്നും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. പ്രതികളെല്ലാം നിലവിൽ റിമാൻഡിലാണ്. അതേസമയം തിരുവല്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ സെന്ററുകളിൽ പോലീസ് പരിശോധന ശക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. ലൈംഗിക പീഡന കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താകും? കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം നിലവിൽ പ്രതിക്ക് അനുകൂലമാണ്. അതോടെ രാഹുലിനെ പൂട്ടാൻ ക്രൈംബ്രാഞ്ചിന് പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടി വരും. ആദ്യ ബലാത്സംഗ കേസിൽ കൂടി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ രാഹുലിന് ഇനി ആശ്വസിക്കാം. എന്നാൽ കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ലൈംഗിക ശേഷി പരിശോധന നടത്താൻ തയ്യാറാകണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിക്കുകയും ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. മറ്റ് 2 ബലാത്സംഗ കേസുകളിൽ നേരത്തെ കീഴ്ക്കോടതികൾ രാഹുലിന് ജാമ്യം നൽകിയിരുന്നു. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഇരുവരും തമ്മിലെന്ന് വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ബന്ധം തകരുമ്പോൾ അത് ബലാത്സംഗമായി വ്യാഖ്യാനിച്ച് പരാതി നൽകുന്നത് നിലനിൽക്കില്ലെന്ന സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ഗർഭഛിദ്രം യുവതിയുടെ സമ്മതപ്രകാരമെന്നും മരുന്നെത്തിച്ചത് യുവതിയുടെ ആവശ്യപ്രകാരമെന്നുമാണ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ പ്രതിയുടെ മാത്രം നിർബന്ധമായിരുന്നു കാരണം എന്ന് പരാതിക്കാരിക്ക് വിചാരണ വേളയിൽ തെളിയിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ചോദ്യം ചെയ്യുന്ന സമയം കസ്റ്റഡിയായി കണക്കാക്കി ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്താം. രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ 2ാം ശനിയാഴ്ചയും രാവിലെ 10നും 11നുമിടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം. പാസ്പോർട്ട് സമർപ്പിക്കണം. കേരളം വിട്ടു പോകരുത്. പരാതിക്കാരിയെയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് തുടങ്ങിയവയാണ് മറ്റുപാധികൾ. കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും ഉത്തരവിൽ പറയുന്നു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും ഈ കേസിന് ശേഷമാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്ന കാര്യം കോടതി ഓർമ്മിപ്പിച്ചു. ബംഗളൂരുവിൽ നിന്ന് ഒരു യുവതി KPCC അധ്യക്ഷന് ഇമെയിൽ മുഖാന്തരം പരാതി അയച്ചതായിരുന്നു 2ാമത്തെ കേസ്. നിലവിൽ വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനിയാണ് 3ാമത്തെ പരാതി നൽകിയത്. ഈ പരാതിയെ തുടർന്നാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ മോഷ്ടാവും മാല വിഴുങ്ങിയ രംഗവും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും ഏറെ രസകരമായാണ് നമ്മൾ കണ്ടത്. എന്നാൽ സിനിമയെ വെല്ലുന്നൊരു സംഭവമുണ്ടായി മലപ്പുറം നിലമ്പൂരിലുള്ള ക്ലിനിക്കിൽ വെച്ച് ഒരു കുഞ്ഞിൻ്റെ സ്വർണ്ണമാല മോഷ്ടിച്ച യുവതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മോഷണത്തിന് പിന്നാലെ പിടിക്കപ്പെടുമെന്നായപ്പോൾ പ്രതി മാല വിഴുങ്ങി. സംശയം തോന്നിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് സ്കാൻ ചെയ്തപ്പോൾ ശരീരത്തിനുള്ളിൽ മാല. കേസിൽ നിലമ്പൂർ മുക്കട്ട സ്വദേശിനി സമീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഴുങ്ങിയ ആഭരണം വീണ്ടെടുക്കാൻ ദിവസങ്ങളായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ 10-ാം തീയതിയാണ് സംഭവം. കുട്ടിയെ ഡോക്ടറെ കാണിക്കാനായി എത്തിയതായിരുന്നു കുടുംബം. ക്ലിനിക്കിൽ കാത്തിരിക്കുന്നതിനിടെ സമീന കുട്ടിയുടെ അടുത്തെത്തി. ഇതിനിടെയാണ് മാല കാണാതായത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു.
പോലീസ് എത്തി പരിശോധന നടത്തുകയും സംശയം തോന്നിയതിനെ തുടർന്ന് സമീനയെ പരിശോധനയ്ക്ക് വിധേയയാക്കുകയും ചെയ്തു. സ്കാനിങ്ങിൽ തൊണ്ട് മുതൽ ശരീരത്തിനുള്ളിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. മൂന്നര ഗ്രാമിന്റെ മാലയാണ് സമീന കവർന്നു വിഴുങ്ങിയത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വനിതാ പോലീസിന്റെ കാവലിലാണ് പ്രതിയുള്ളത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എനിമ നൽകിയെങ്കിലും ആഭരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. പ്രതിയുടെ വയറ്റിനുള്ളിൽ നിന്ന് തൊണ്ടി മുതൽ പുറത്തെടുക്കാനുള്ള കാത്തിരിപ്പിലാണ് പോലീസ്. ന്യൂസ് 18 മലപ്പുറം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആദായ നികുതി വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവില്ലെന്ന് SIT. റോയിയെ സമ്മർദ്ദത്തിലാക്കിയതിനും തെളിവില്ല. റോയ് ജീവനൊടുക്കിയ ദിവസം ചോദ്യം ചെയ്തിരുന്നില്ല. അതേസമയം റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടുകയാണ് പോലീസ്. ബിസിനസ് രംഗത്തെ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ഇതിൻ്റെ ഭാഗമായി കൊച്ചിയിലെ റോയിയുടെ അടുത്ത 3 സുഹൃത്തുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. CJ റോയ് ജീവനൊടുക്കിയത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കൊണ്ടല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. റോയിയുടെ മരണസമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമല്ല മരണകാരണമെന്നാണ് വിലയിരുത്തൽ. റോയിയെ ഈ ഉദ്യോഗസ്ഥർ മരണം നടന്ന ദിവസം ചോദ്യം ചെയ്തിരുന്നില്ല. റോയിയുടെ മരണത്തിന് പിന്നാലെ പ്രതികരിച്ച സഹോദരൻ CJ ബാബുവാണ് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത്. പിന്നാലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകിയ പരാതിയിലും ഈ ആരോപണം ഉന്നയിച്ചു. എന്നാൽ അന്വേഷണം പ്രാഥമിക ഘട്ടം പിന്നിട്ടതോടെ കുടുംബം ഈ ആരോപണത്തിൽ നിന്ന് പിന്നോട്ടു പോയത് പോലീസിൽ നിന്ന് വ്യക്തത കിട്ടിയ ശേഷമാണെന്നാണ് സൂചന. റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിക്കാൻ SIT തീരുമാനിച്ചു. ഇതിനായി സ്വകാര്യ ഓഡിറ്റർമാരെ നിയോഗിച്ചിട്ടുണ്ട്. റോയിയുമായി വലിയ ഇടപാടുകൾ നടത്തിയവരുടെ വിശദാംശങ്ങളും പ്രത്യേക സംഘം തേടുന്നുണ്ട്. കൊച്ചിയിലെ റോയിയുടെ 3 സുഹൃത്തുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥ സമ്മർദ്ദമല്ല മരണകാരണം എന്ന് വ്യക്തമായതോടെ റോയ് ആത്മഹത്യ ചെയ്തത് എന്തിനെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. റോയ് ബംഗളൂരുവിൽ മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടിയിരുന്നു എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇതെന്തിനായിരുന്നു എന്നും അന്വേഷിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷം. കോട്ടയം പായിപ്പാട് ബാർ ഹോട്ടലിൽ സമരാനുകൂലികൾ ആക്രമണം നടത്തി. ബാറിന്റെ മുൻവശത്തെ വാതിലടക്കം അടിച്ചു തകർത്തു. കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂൾ തുറന്നു പ്രവർത്തിച്ചതും വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു. സമരാനുകൂലികൾ തടഞ്ഞതിനെതിരെ അധ്യാപകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അധ്യാപകർക്ക് പിന്തുണയുമായി സംഘടിച്ച ലീഗ് പ്രവർത്തകരും ഹർത്താൽ അനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. കോട്ടയം പായിപ്പാട്ട് പ്രവർത്തിക്കുന്ന എമറാൾഡ് ബാർ ഹോട്ടലിലാണ് ഒരു സംഘം ആക്രമണം നടത്തിയത്. രാവിലെ 11ഓടെയായിരുന്നു സംഭവം. തുറന്നു പ്രവർത്തിച്ച ബാറിൽ കൊടികളുമായി എത്തിയാണ് അതിക്രമം നടത്തിയത്. ഹോട്ടലിന്റെ ബാറിന്റെ മുൻവശത്തെ വാതിലടക്കം അടിച്ചു തകർത്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെയും സമരാനുകൂലികൾ വിരട്ടിയോടിച്ചു. ബാറിൽ കയറി ജീവനക്കാരെ മർദ്ദിക്കുന്നതിന്റെ അടക്കം CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബാറുടമയുടെ പരാതിയിൽ തൃക്കൊടിത്താനം പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിലാണ് സമരാനുകൂലികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത്. പണിമുടക്കിനെ അവഗണിച്ച് അധ്യാപകരും കുറച്ച് കുട്ടികളും സ്കൂളിലെത്തിയിരുന്നു. സമരവും പണിമുടക്കും നടക്കുന്ന കാലത്തെല്ലാം സ്കൂൾ പ്രവർത്തിക്കാറുണ്ട് എന്നായിരുന്നു അധ്യാപകരുടെ വാദം. അധ്യാപകരെ പുറത്താക്കി സമരാനുകൂലികൾ സ്കൂളിന്റെ ഗേറ്റ് അടച്ചു. ഇതോടെ നാട്ടുകാരും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അധ്യാപകർക്ക് പിന്തുണയുമായി സംഘടിച്ച ലീഗ് പ്രവർത്തകരും ഹർത്താൽ അനുകൂലികളും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ഒടുവിൽ ബലപ്രയോഗം നടത്തിയാണ് പോലീസ് ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചത്. ചിലർ അനാവശ്യമായി പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വാദം. നമ്മൾ ഈ സ്കൂളിലാണെങ്കിലോ
പല പാർട്ടിക്കാരും സമരം നടത്താറുണ്ട്. ഈ സമരമൊന്നും ഇതിന് ബാധിക്കാറില്ല. ആ സ്കൂളിന്റെ ഇഷ്ടത്തിനാണ് പോക്ക്. വേണമെങ്കിൽ പൂട്ട, വേണമെങ്കിൽ തുറക്കാം. അതാരും മറ്റുള്ളവരാരും കെയർ ചെയ്യാറുമില്ല. അത് ഇവിടെ സമരക്കാർ വന്നിട്ട് ഇത് തുറന്നിട്ടുണ്ടോ, ഇവിടെ അധ്യാപകരുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ, ഇതൊന്നും നോക്കാറില്ല. ഈ സമരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അധ്യാപകർ സ്കൂളിലെത്തിയതെന്ന് CITU ആരോപിക്കുന്നു. ആ സമരം ഇവിടെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം, അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് വന്നത്. കുട്ടികൾ വരാത്ത സ്കൂളിൽ എന്തിനാ അധ്യാപകർ വന്നതെന്നുള്ളതാണ് ഞങ്ങളെ ഇടതുപക്ഷ CITയുടെ ചോദ്യം. അതാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് GHSSൽ അധ്യാപകരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. വൈകിട്ട് 4 മണിയോടെയാണ് അധ്യാപകർക്ക് പുറത്തിറങ്ങാനായത്. വാഹനങ്ങൾ തടഞ്ഞതിനെ ചൊല്ലിയും തുറന്ന സ്ഥാപനങ്ങൾ അടപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായും മറ്റ് പലയിടങ്ങളിലും ചെറിയ തോതിൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT സംഘം സന്നിധാനത്തെത്തി. സ്വർണ്ണപ്പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിക്കാനാണ് സംഘമെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. രണ്ടാമത്തെ കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ബൈജുവിന് പുറത്തിറങ്ങാനാകില്ല. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 2.96 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ കൊല്ലം ഓച്ചിറയിൽ പിടിയിൽ. പിടിയിലായത് നിതിൻ, അഭിഷേക്, അർച്ചന്ത് എന്നിവർ. ഒരു അപകടമുണ്ടായാൽ അവരെ സഹായിക്കണമെന്ന സന്മനസ്സുള്ളവരാണ് പൊതുവെ മലയാളികൾ. എന്നാൽ ഇക്കാലത്ത് ഇങ്ങനെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച് പണി കിട്ടിയ കുറേ ആളുകളുണ്ട്. കേസോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ സാക്ഷിയും ചിലപ്പോൾ പ്രതിയുമാകാം. എന്നാൽ കൊച്ചി മരട് സ്വദേശിയുടെ അനുഭവം കേട്ടാൽ ആരുടെയും ഉള്ളു പിടയും. കഴിഞ്ഞ ദിവസം രാത്രി ഭാര്യയോടൊപ്പം ബൈക്കിൽ വരുമ്പോഴാണ് അപകടത്തിൽ പരിക്കേറ്റ് 3 പേർ റോഡിൽ കിടക്കുന്ന യുവാവിന് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ടപാടെ ഓടിച്ചെന്നപ്പോഴാണ് മനസ്സിലായത് 3 പേരും മദ്യലഹരിയിലാണെന്ന്. ഇക്കാര്യം ചോദിച്ചതോടെ സഹായത്തിനെത്തിയ ആൾക്ക് നേരെ അപകടത്തിൽ പരിക്കേറ്റവരുടെ ആക്രമണം ഹെൽമറ്റ് കൊണ്ടുൾപ്പെടെ ക്രൂരമായി തല്ലിച്ചതച്ചു. പോലീസിൽ പരാതി നൽകിയതോടെയാണ് താൻ രക്ഷിക്കാൻ പോയത് ക്രിമിനൽ സംഘങ്ങളെയാണെന്ന് യുവാവ് അറിഞ്ഞത്. കേസിൽ നെട്ടൂർ സ്വദേശികളായ അർജുൻ, ഉമേഷ്, ഷൈജു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി ജീവിതത്തിൽ ഒരാളെയും സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കില്ലെന്നാണ് യുവാവ് പറയുന്നത്. ഇത് ഒരൊറ്റപ്പെട്ടൊരു സംഭവമാകാം. എന്നാൽ ഇതുപോലുള്ള അപകടങ്ങൾ കൺമുന്നിൽ കണ്ടാൽ സഹായിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് പോലീസിനെ കൂടി അറിയിക്കണം. നിങ്ങൾ തനിച്ചാണെങ്കിൽ മറ്റൊരാളുടെ സഹായം കൂടി തേടാം. ഇല്ലെങ്കിൽ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമായി. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.